ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ അനുദിന തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യമുണ്ടായിരിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അതുല്യമായ വചനഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ തിരുവചന വായന ധ്യാനം പുറപ്പാട് പുസ്തകം 25 അധ്യായം 10 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിനും ഇപ്പുറത്ത് 2 വളയവും അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം. ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വത്തിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം. അവയെ അതിൽ നിന്നും ഊരരുത്. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം. തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിനു നേരെയിരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിനു മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്തു വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്നും സാക്ഷ്യ പെട്ടകത്തിന്മേൽ നിങ്ങൾക്ക് 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുവാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രിയരേ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ നാം കാണുന്നത് ഉടമ്പടിയുടെ പെട്ടകത്തെ കുറിച്ചാണ്. ദൈവം മോശയോട് അതിൻ്റെ രൂപവും അളവും നിർദ്ദേശിക്കുന്നു. ഈ പെട്ടകം വെറും ഒരു മതപരമായ വസ്തു മാത്രമായിരുന്നില്ല. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. പെട്ടകത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്ന കൃപാസനം ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ഞാൻ നിന്നെ സന്ദർശിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഈ വചനഭാഗം നമ്മെ പ്രധാനമായും 3 സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുന്നവനല്ല. അവൻ നമ്മോടൊപ്പം നടക്കുവാനും നമ്മോട് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്നും നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ സാന്നിധ്യത്തിനായി ഒരുക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ വസിക്കുന്നു. രണ്ടാമതായി, വിശുദ്ധതയോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. പെട്ടകത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ദൈവം കൃത്യമായി അവരോട് നിർദ്ദേശിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധതയും മഹത്വവും ഇവിടെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയും അനുസരണവും ഉണ്ടാകുമ്പോൾ ദൈവ സാന്നിധ്യം കൂടുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും
എന്ന ആ വലിയ സത്യം. മൂന്നാമതായി, കൃപയാണ് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴി. കൃപാസനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെയും ക്ഷമയെയും കുറിച്ചാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ കൃപാസനം. അവൻ്റെ രക്തത്താൽ നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് ചോദിച്ചാൽ, ഇന്നൊരു നിമിഷം സ്വയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ വീടുകളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവ സാന്നിധ്യം വസിക്കുവാൻ യോജിച്ച ആലയമാണോ? നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ജോലികളിലും ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാണോ? ദൈവം ഇന്നും നമ്മോട് പറയുന്നു, അവിടെ ഞാൻ നിന്നെ സന്ദർശിക്കും, നിന്നോട് സംസാരിക്കും എന്നാണ്. ആയതിനാൽ ദൈവ സാന്നിധ്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതി നമുക്ക് ഒരു നല്ല ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവമുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പുതിയ പ്രഭാതത്തിനും ജീവനും ആരോഗ്യത്തിനും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വം ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതിന് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വസിക്കുവാൻ യോജിച്ച വിശുദ്ധ ആലയങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങളെയും അശുദ്ധികളെയും നീക്കി അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ നയിക്കുമാറാക്കണമേ. വിഷമിക്കുന്നവർക്കും രോഗികൾക്കും ജോലി തേടുന്നവർക്കും കുടുംബഭാരങ്ങൾ വഹിക്കുന്നവർക്കും പ്രത്യേക കൃപ തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ വീടുകളെ സമാധാനത്താലും സ്നേഹത്താലും നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ വഴികളിൽ നടക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നും അങ്ങു തന്നെയായിരിക്കുമാറാകണമേ. ഈ ദിവസത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.